വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നവംബർ 30th ആണ്, മന്ത് എൻഡ് ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് വ്ളോഗ് ചെയ്യാമെന്ന്. ഞാൻ അത് എണീറ്റിട്ടുള്ളൂ കേട്ടോ. എണീറ്റൊരു 10 മിനിറ്റ് ഞാൻ ചുമ്മാ ചെയ്താണ്. നമുക്ക് എണീറ്റ് പുറത്തേക്ക് നോക്കാം എന്താണ് അവസ്ഥ. ഞാൻ എല്ലാം ജാക്കറ്റൊക്കെ ഇട്ടാണ് കിടന്നത്. ജാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫറിൻ്റെ ജാക്കറ്റ്. അത്യാവശ്യം നല്ല സ്നോ ഉണ്ട്. ഞാൻ എണീറ്റ് നോക്കിയിരുന്നു. കണ്ടോ? കാണുന്നില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. കാരണം ഇത് ബാക്ക് ക്യാമറയിലാണ്. എന്ന് വെച്ചാൽ ഞാൻ ബാക്ക് ക്യാമറ തിരിച്ചു വെച്ചേക്കാണ്. എനിക്ക് ഇന്ന് സ്നോമാൻ ഉണ്ടാക്കാൻ പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. നടക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ മോവനോട് ചോദിച്ചിട്ടുണ്ട് മോവ ഫ്രീ ആണോ എന്നാണ്. മെസ്സേജിനെ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് എനിക്കൊരു മൂഡ് വന്ന് നമുക്ക് തന്നെ പോകാം. ഇപ്പം എന്തായാലും രാവിലെ ഒരു 7 മണി ആവുന്നേ ഉള്ളൂ കേട്ടോ. ആൾക്കാരൊക്കെ റൂമിൽ നിന്നൊക്കെ ഇറങ്ങി പുറത്തേക്കൊക്കെ പോകുന്നുണ്ട്. എനിക്ക് വന്നിട്ട് കാറൊക്കെ നന്നാക്കും. സോ അങ്ങനെ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കഴിഞ്ഞ ദിവസം കണ്ട പോലത്തെ ഒരു റോ ആയിട്ടുള്ളൊരു വ്ളോഗായിരിക്കും. ഓക്കെ. സോ എന്തായാലും നമുക്ക് പോയിട്ട് പല്ലേക്കാം. സോ നമുക്ക് പല്ല് വയ്ക്കാം. എന്നോട് കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, പൊന്നുതിതേ ഈ പല്ല് വയ്ക്കുന്നത് വീഡിയോയിൽ കാണിക്കരുതെന്ന്. അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. എന്തായാലും ഞാൻ പല്ല് വെച്ചിട്ട് നമുക്ക് പോയിട്ട് കാപ്പി ഉണ്ടാക്കാം. സോ ഇതാണിപ്പോൾ താൽക്കാലികമായി ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. എന്ന് എനിക്ക് പുറത്തേക്ക് ക്ലാസ്സിലേക്കൊന്നും പോകാനില്ല. അതുകൊണ്ട് വിശന്ന് അവിടെ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളൊരു പ്ലാനിലാണ്. ആൻഡ് ഇതെന്ന് പറയുന്നത് ഇന്നലെ ഞാൻ വെലീസിൽ പോയപ്പോൾ വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതിനകത്ത് മേപ്പിൾ സിറപ്പാണ് ഉണ്ടാവുക. നല്ല ടേസ്റ്റാണ്. പക്ഷെ ഇപ്പോൾ തണുത്തിരിക്കുകയാണ്. ബട്ട് സ്റ്റിൽ നല്ല ടേസ്റ്റാണ്. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി സ്പീഡിൽ തരാൻ തിരിച്ചു വന്നു. ഐ ഹാവ് ടു വെയർ സംതിങ് വാട്ടർ പ്രൂഫ് എന്ന് പറഞ്ഞിട്ടോ. കാരണം അത്രയും സ്നോ നല്ല ലെയറിൽ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. സോ ദാറ്റ് ഇന്ന് നമുക്ക് പുറത്ത് പോയി നോക്കാം. ഞാൻ കാപ്പി കുടിച്ചു. നമുക്കൊന്ന് ചുമ്മാ പുറത്തേക്ക് ഇറങ്ങി നോക്കാം. അമ്മേ കണ്ടോ, നല്ല തണുപ്പുണ്ട്. നമുക്ക് ഉള്ളിൽ കയറാം. റൂമിൽ നിന്നാണെങ്കിലുള്ള വ്യൂ ഇത് എങ്ങനെയാണ് കേട്ടോ. രാവിലെ എണീറ്റപ്പോൾ ഞാൻ കാണിക്കാഞ്ഞത് അത് നേരം കുറച്ച് ഇരുട്ടായിരുന്നു. ഇപ്പം നല്ല വെളിച്ചമുണ്ട്. വെള്ള കളർ ആയതുകൊണ്ട് നല്ല വെളിച്ചമുണ്ട്. അങ്ങനെ ഞാനിതേ ഡ്രസ്സൊക്കെ മാറി റെഡിയായി. പെട്ടെന്നായിരുന്നു കേട്ടോ. പെട്ടെന്നൊരു ആഗ്രഹം വന്നതാ. കണ്ടോ, ഫുൾ ചെരുപ്പിലൊക്കെ ഇങ്ങനെ സ്നോ ആണ്. ഫുള്ളായിട്ട് സ്നോ ഉണ്ട്. വീഴാൻ സാധ്യത ഉണ്ട്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇരുന്നിട്ട് സ്നോമാൻ ഉണ്ടാക്കാനാവോ നോക്കാം. കുറച്ചപ്പുറത്തേക്ക് നടക്കാം. ഫുള്ളായിട്ട് ഇതേ സ്നോ ആണ്. സ്ലിപ്പായി വീഴാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം പേടിയുണ്ട്. ഇതൊക്കെ സ്റ്റെപ്പാണ്. വീണ ഒരു പോക്കെയിരിക്കും. ഇനി ഈ ഷൂനൊന്നും എത്ര ഗ്രിപ്പ് ഉണ്ടെന്ന് എനിക്ക് ഐഡിയ ഇല്ല. വാങ്ങിയിട്ടുണ്ടെന്നല്ലാണ്ട് അധികം നമുക്കിങ്ങനെ മഞ്ഞ തിടേണ്ടി വന്നിട്ടില്ല. ഉഫ്, എന്തൊരു ഭംഗിയാ. ഇവിടെയൊക്കെ സ്റ്റെപ്പായിരുന്നു കേട്ടാ. ഇതൊക്കെ ഇന്നലെ ഞാൻ നടന്നു വന്നിട്ടുള്ള സ്റ്റെപ്പാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിലൂടെ അങ്ങോട്ട് ഇറങ്ങാം. കണ്ടോ, എനിക്ക് അത്ര തണുക്കുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇരുന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാനാവോ നോക്കാം. ഞാൻ ക്യാമറയ്ക്ക് എടുത്താണ് വന്നത്. അത് എത്രത്തോളം ഉപകാരം ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. എന്നാലും നമുക്ക് നോക്കാം. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു. ഇന്നാൾ ഞാനൊരു ദിവസം ഒരു പാർക്കൊക്കെ കാണിച്ചു തന്നില്ലേ. ഞാൻ ആ പാർക്കിൻ്റെ അങ്ങോട്ട് നടക്കാം കേട്ടോ. ഇതാണ് ആ പാർക്കിലേക്ക് പോകണ വഴി. അവിടെയൊക്കെ ഫുൾ മഞ്ഞ. നമുക്ക് കുറച്ചൊരു നേരെ നടന്നു നോക്കാം. ഞാൻ ഈ സൈഡിൽ കൂടെ ആദ്യമായിട്ടാണ് വരുന്നത്. അങ്ങോട്ട് ഞാൻ ആദ്യമായിട്ടാണ് പോണത്. ശരിക്കും ഇങ്ങനെ കാല് കുഴിയുണ്ട് കേട്ടോ. ബട്ട് എനിക്കിഷ്ടം ഇവിടെ ഉണ്ട്. കൈ തണുക്കുണ്ട്. ഞാൻ കയ്യിലാക്കാൻ ഗ്ലൗസ് ഇട്ടിട്ടില്ല. ഫോണിൽ പിടിക്കുമ്പോൾ കൈ തണുക്കുണ്ട്. പക്ഷേ ഇപ്പോൾ ഒക്കെ എല്ലാം ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് മടുക്കുമായിരിക്കും. അപ്പോൾ പിന്നെ ഇത്ര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആ എക്സൈറ്റ്മെൻറ്റ് ഉള്ളപ്പോൾ ചെയ്യുമ്പോഴല്ലേ ഭംഗി. അതിൻ്റെ ഒരു എന്തായാലും സ്നോമാൻ ഉണ്ടാക്കാൻ പോകണം. ഇന്ന് എന്തായാലും നടക്കില്ല. കാരണം ഇന്നത്തെ സ്നോ അതിന് പറ്റിയ സ്നോ അല്ല എന്നാണ് എല്ലാവരും പറയുന്നത്.
എൻ്റെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്നു. തണുത്തിട്ടാണ് കേട്ടോ. ഇവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോ എടുക്കാം. ഇവിടെ കണ്ടോ ബെഞ്ചുണ്ട്, ഇവിടുന്ന് ഫോട്ടോ എടുക്കാം. കഴിഞ്ഞ ദിവസത്തെ എൻ്റെ കുറേ ഫോട്ടോസ് എടുത്ത വഴി ഈ വഴിയാണ്. ഇവിടുന്ന് ഞാൻ കുറേ ഫോട്ടോ എടുത്തേ. ഞാൻ 9 മണിയായപ്പോൾ ഇറങ്ങിയതാട്ടോ. ഇപ്പോൾ 9:30. അയ്യോ വർത്തമാനം പറയാൻ പറ്റണ്ട, വായൊക്കെ ഇങ്ങനെ ഔ ഔ ഔ എന്നാണ്. ഇതാണ് ആ പാർക്ക് കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചു തന്നില്ലേ. ഇവിടെ ഇങ്ങനത്തെ കണ്ടോ. എനിക്ക് എന്താ പറയണ്ട, എനിക്ക് ആകെയുള്ള പരവതാനി ഇരിച്ച പോയെന്ന് മാത്രമേ വായിൽ വരുന്നുള്ളൂ. വർത്തമാനം പറയാൻ പറ്റുള്ളൂ കേട്ടോ. ചുണ്ട് ഇതായിട്ട് ഇവിടെ ഇങ്ങനെ മഞ്ഞ ചെയറിലൊക്കെ ഫുള്ളായിട്ട് ഇങ്ങനെ കണ്ടോ. ഓഫ് എന്തൊരു ഭംഗിയാ. ഇത് ഞാൻ എൻ്റെ മുന്നത്തെ വ്ളോഗിലൊക്കെ ബാക്കിലൊരു പാർക്കുണ്ട്, അവിടെ ഒരു പൂള് പോലെ ഉണ്ട്, കാണിച്ചില്ലേ, അതാണ് കേട്ടോ ഇത്. പക്ഷെ ഇപ്പോൾ അവിടെ ഫുൾ ഐസാണ്. അവിടുന്ന് ഒരു പയ്യൻ ബാസ്കറ്റ് ബോൾ കളിക്കുന്നുണ്ട് കണ്ടാ. എനിക്ക് അത്യാവശ്യം കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ കിട്ടി കേട്ടോ. ഞാൻ ഹാപ്പിയായി. ഞാൻ തിരിച്ച് റൂമിലേക്ക് പോവാണ്. ട്രൈപ്പോഡൊക്കെ കണ്ടു. ട്രൈപ്പോഡൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞാൻ ക്ലോസപ്പ് ഇടാം. ഫുള്ളായിട്ട് ഇങ്ങനെ എന്താ പറയുക, മഞ്ഞ് അതിനുള്ളിലൊക്കെ കയറിയിട്ടുണ്ട്. എൻ്റെ ഷൂവിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഞാൻ പോയി കയറാം. പക്ഷെ ഒരു കാര്യം, ഒട്ടും തണുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ടെമ്പറേച്ചർ അത്ര ഇല്ല. ഇന്ന് -4 എന്തോ ഉള്ളൂ. ഇന്നലെ -9 എന്തായിരുന്നു, -7 -9 അങ്ങനെ എന്തായിരുന്നു. പിന്നെ നമുക്ക് റൂമിലേക്ക് പോവാം. എനിക്ക് അത്ര തണുക്കുന്നില്ല. കുറച്ച് നല്ല ഫോട്ടോസ് കിട്ടിയെന്നാ തോന്നണേ. ഞാൻ ക്യാമറ എടുത്തിരുന്നു, പക്ഷെ ക്യാമറ യൂസ് ചെയ്യേണ്ടി വന്നില്ല. ഫോണിൽ തന്നെ എടുത്തു. കാരണം ക്യാമറ പ്ലേസ് എനിക്കൊരു പേടി, അതെങ്ങാ മഞ്ഞിലേക്ക് വീണ അതിൻ്റെ ലെൻസിനും എല്ലാം പറ്റിയാലോ. അതുകൊണ്ട് ഞാൻ അതെടുത്തില്ല. ബാഗിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഈ ബാഗ് എടുത്തു. അതുകൊണ്ട് ബാക്ക് പാക്ക് അല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു സൗകര്യം ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് പോയിട്ട് നല്ലൊരു ചൂട് കാപ്പി ഉണ്ടാക്കി കുടിക്കാം. അതാണ് ആദ്യം വേണ്ടത്. ഇനി ഒരു 2 മാസം ഇങ്ങനെയായിരിക്കും എന്നാ തോന്നണേ. പക്ഷേ 2 മാസത്തിലൊക്കെ എപ്പോഴേലൊക്കെ വന്നാൽ മതിയായിരുന്നു. നമുക്കൊരു കൊതി ഉണ്ടാവില്ല ഫസ്റ്റ് സ്നോ ഒക്കെ ആകുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ഓടിപ്പടിച്ച് വന്നത്. അങ്ങനെ ഞാൻ റൂമിൽ തിരിച്ചെത്തി. ഇപ്പോഴും സ്നോ ഉണ്ട് കേട്ടോ. കണ്ടോ, സ്നോ ഉണ്ട്. ഇങ്ങനെ കാണിച്ചതാ, കണ്ടോ സ്നോ തന്നെയാണ്. ട്രൈപ്പോഡിനുള്ളിലൊക്കെ സ്നോ ആയിരുന്നു, ഇപ്പോൾ കുറേ പോയി, പക്ഷെ എന്നിട്ട് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വെക്കാം. പിന്നെ ഒരു ദിവസം പോയിട്ട് സ്നോമാൻ ഉണ്ടാക്കണം. ആദ്യം ഈ സ്റ്റോൾ മാറ്റാം. പക്ഷെ ഇതൊക്കെ നല്ല വാർത്ത തരുന്നുണ്ട് കേട്ടോ. കൊള്ളാം ഈ സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെങ്കിലും. ബീനിയിലൊക്കെ കണ്ടോ, എനിക്ക് കാണണ്ടോ മഞ്ഞായിട്ട് ഇങ്ങനെ വെള്ളം വീഴണ്. ദിസ് ബാഗ്, ഇതിലാണ് ഞാൻ ക്യാമറയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തത്. അതാണ് നോക്കട്ടെ. ആൻഡ് ജാക്കറ്റ്. ഞാൻ ഇന്നലത്തെ അബദ്ധം കാണിച്ചില്ല. ഞാൻ വന്നപ്പോൾ തന്നെ ഷൂ അവിടെ ഊരി വെച്ചു. ജാക്കറ്റ് ചെറുതായിട്ട് നനഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ മഞ്ഞിൽ ആറാടുകയായിരുന്നു, അതുകൊണ്ട് നനയല്ലോ. ഞാൻ ഇന്ന് അങ്ങനെ ലെയേഴ്സ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഒരു തെർമൽസ് മാത്രമേ ഇട്ടുള്ളൂ. ഞാൻ എൻ്റെ 1/2 മണിക്കൂർ പുറത്ത് പോയി വേഗം വരാമെന്നുള്ള പ്ലാനിൽ വന്നതാ. എനിക്കോട്ട് വരുമ്പോൾ നല്ല സ്നോഫോൾ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ സ്നോഫോൾ ആണ് പുറത്ത്. കണ്ടോ, സ്നോ പെയ്യുന്നുണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ ഇപ്പോഴും സൈക്കിൾ കൂട്ടി പോകുന്നുണ്ട് കണ്ടോ. പക്ഷെ എന്തൊരു ഭംഗിയല്ലേ. സോ ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, നമുക്ക് ഞാനൊക്കെ മാരിയും ഉള്ളൊരു ഗ്രൂപ്പ് പ്രൊജക്ട് പേപ്പർ വർക്കിൻ്റെ കാര്യം ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പ് വർക്ക് ഉണ്ട്. അപ്പം ഓൾമോസ്റ്റ് നമ്മുടെ കാര്യം കഴിഞ്ഞു. ഇനി ലാസ്റ്റ് അതിൻ്റെ ഒരു പാർട്ട് എന്ന് പറയുന്നത്, അതിൻ്റെ ഫൈനൽ സബ്മിഷൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ വേറൊരു ഗ്രൂപ്പിൻ്റെ നമ്മൾ വായിച്ചിട്ട് നമ്മളെ റിവ്യൂ അവർക്ക് കൊടുക്കണം. അതുപോലെ നമ്മളെ പേപ്പർ വേറൊരു ടീം വായിച്ചിട്ട് നമ്മളെ അവരുടെ റിവ്യൂ, ആ പേപ്പറിൻ്റെ റിവ്യൂ അവർ നമുക്ക് തരും. ഇതിപ്പോൾ ഞങ്ങൾക്ക് വായിക്കാണത് ഗ്രൂപ്പ് 8ൻ്റെ ആണ്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, എൻ്റെ കയ്യിലിതുണ്ട്. അപ്പോൾ ഞാനിത് വായിക്കുകയാണ്. വായിച്ചിട്ട് വേണം, എനിക്ക് ഒരു കോമൺ ഗൂഗിൾ ഡോക്ക് ഉണ്ട്. അതിലേക്ക് നമുക്ക് എന്തൊക്കെയാണോ നമുക്ക് വായിച്ചിട്ട് തോന്നണേ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവർക്ക് അതൊക്കെ മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ അത് ചെയ്യട്ടെ. ഇപ്പോൾ സമയം എത്രയെന്ന് അറിയോ? ഇപ്പം സമയം 10:45 ഞാൻ ഇത്രയും നേരം കുറച്ച് നേരം പഠിക്കുകയായിരുന്നു. ഇനിയിപ്പം ഇത് ചെയ്തിട്ട് ഒരു 11:30-12 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് കഞ്ഞി ഉണ്ടാക്കാം. ഇനി ഞാൻ കഞ്ഞി കുടിക്കാൻ വിചാരിക്കും, നല്ല ചൂട് കഞ്ഞി കുടിക്കാം. സോ എന്തായാലും ഞാൻ അത് ചെയ്യട്ടെ. ആൻഡ് ഇന്ന് നമുക്ക് വേറൊരു കാര്യം ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആ ബാക്കിൽ അവിടെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടോ? ഈ ആ ക്രിസ്മസ് ട്രീ ഒന്ന് സെറ്റ് ചെയ്യണമെന്നുണ്ട്. കാരണം നാളെ December 1 ആണല്ലോ. അപ്പം ഇന്നത് ചെയ്ത് എനിക്കൊരു കുഞ്ഞ് വീഡിയോ എടുക്കണമെന്നുണ്ട്. അത് പറ്റുകയാണെങ്കിൽ ഒരു 2 മണിയുടെ ഉള്ളിൽ എടുക്കണം, എന്നാലേ ലൈറ്റ് ഉണ്ടാവുള്ളൂ. അപ്പം അതും ചെയ്യാൻ പറ്റിയെങ്കിൽ അത് ചെയ്യണം. അതിനൊരു കുഞ്ഞൊരു സെറ്റപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ അത്രേ ഉള്ളൂ. വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. സോ എന്തായാലും ഞാനിത് ചെയ്യട്ടെ. അങ്ങനെ ഞാൻ എൻ്റെ പേപ്പർ റിവ്യൂ ഒക്കെ ചെയ്തു കേട്ടോ. ഇപ്പോഴും പുറത്ത് സ്നോ തന്നെയാണ്. ഞാനിങ്ങനെ സ്നോ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കണില്ല. ചിലപ്പോൾ ബോറടിക്കണ്ടാവും, പക്ഷെ എനിക്ക് ബോറടിയൊന്നും വന്നിട്ടില്ല കേട്ടോ. ഇന്ന് 2ാം ദിവസമായിട്ടുള്ളൂ. അതുകൊണ്ടായിരിക്കും ഇപ്പോഴും ഇങ്ങനെ സ്നോഫോൾ നടന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ പഞ്ഞിക്കെട്ട് പോലെ ആയിട്ടാണ് കേട്ടോ വീഴണത്. നമുക്ക് വേണമെങ്കിൽ ഇന്നും ഒന്ന് ജനലിൽ തുറന്ന് നോക്കട്ടെ.
ഞാൻ ഈ വെറുതെ വിൻഡോ ഒന്ന് തുറന്നതാണ്, എങ്ങാ സ്നോ കയ്യിൽ വരികയാണെങ്കിൽ സ്നോൻ്റെ ഷേപ്പ് അറിയാലോ എന്ന് വെച്ചിട്ട്. പക്ഷെ അപ്പം സ്നോ ഇങ്ങോട്ട് വരുന്നില്ല, വേറെ എങ്ങോട്ടൊക്കെയാണ് പോണത്. ഇവിടെയൊക്കെ നമുക്ക് ശരിക്കും ഇങ്ങനെ പീസ് 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 ആയിട്ടുണ്ട്. ആഹാ, ഇതൊക്കെ കുറച്ച് കട്ടയായി വരുന്നുണ്ട് കേട്ടാ. അങ്ങനെ ഞാൻ എൻ്റെ ആ ഒരു December 1st വീഡിയോ എടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് അത് എഡിറ്റ് ചെയ്യണം. പുറത്ത് ഇപ്പോഴും നല്ല സ്നോഫോളാണ്. ഇപ്പോൾ സമയത്തിന് വെച്ചാൽ 12:30 ആയിട്ടുള്ളൂ കേട്ടോ. പെട്ടെന്ന് എടുത്തു കഴിഞ്ഞു. ഇനി ഒരു 1:30 ആകുമ്പോഴത്തേക്കും നമുക്ക് ഫോണിൽ നിന്നെല്ലാം ലാപ്പിലേക്ക് ആക്കി ഒരു വീഡിയോ 1-2 വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് പോയിട്ട് ഫുഡ് ഉണ്ടാക്കാം. എന്നിട്ട് എനിക്കൊരു 2:30-3 മണിയാകുമ്പോൾ തൊട്ട് പഠിക്കാനിരിക്കണം. നെക്സ്റ്റ് സെഷൻ ഞാൻ ഓൾറെഡി ഒരു ലെക്ചർ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് 8 ലെക്ചർ ഉണ്ട്, ഇനി 7 എണ്ണം ബാക്കിയുണ്ട്. ബട്ട് 3-4 ദിവസം ഉണ്ട്, എന്നാലും നമുക്കിത് പറ്റണ പോലെ ഇന്നത് കംപ്ലീറ്റ് ചെയ്യണം. സോ ഇതാ ഓരോരോ ഗ്രൂപ്പിൽ ഓരോരോ മെസ്സേജൊക്കെ വരുന്നുണ്ട്. ഓക്കെ, സോ ഞാനത് എഡിറ്റ് ചെയ്യട്ടെ, കാരണം ഈ വീഡിയോ ഫോണിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റാനുണ്ട്. അപ്പോൾ അത് ഈ നമ്മളെ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഞാൻ കഞ്ഞിയായിട്ട് റൂമിലേക്കാണ് വന്നത്. എന്താ വെച്ചാൽ അവിടെ ഒരു പയ്യൻ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ടല്ല കേട്ടോ, ഞാൻ വിചാരിച്ചു വീഡിയോ ഒക്കെ എടുക്കാമല്ലോ, അവനവിടെ ഡിസ്റ്റർബൻസ് ആണ്, അവൻ പഠിക്കുക എന്തോ. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഈ കഞ്ഞിക്കൊക്കെ എത്ര ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ കുറച്ച് അച്ചാറും കൂടി ഇതിനകത്ത് ഇട്ടിട്ട് മിക്സ് ചെയ്യും, അങ്ങോട്ട് ഇളക്കും. അപ്പം ഒരു എരിവും കിട്ടും. എനിക്ക് അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വരുന്ന സമയത്ത് കടൽ മച്ചാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റാ പേജില്ലേ, എല്ലാവർക്കും അറിയായിരിക്കും, ഇപ്പോഴേക്ക് പറയുമ്പോൾ വെള്ളം വരുന്നത്. അങ്ങനത്തെ കൊഞ്ചൻ്റെ പൊടിയും കൊഞ്ചൻ്റെ അച്ചാറും കൊഞ്ചിൻ്റെ പിന്നെ എന്തായിരുന്നു ഉണക്ക കൊഞ്ചും കൊണ്ടത്. ഉണക്ക കൊഞ്ച് ഞാൻ ഇതുവരെ ഉപയോഗിച്ചില്ല, പക്ഷെ ഇത് അച്ചാർ ഒരു രക്ഷയില്ല, കിട്ടില്ലൻ സാധനമാണ്. നിങ്ങൾ ആരെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉള്ളതാണ്. കൊഞ്ചനൊക്കെ ഇഷ്ടമുള്ളവർക്ക് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് ചൂടുണ്ടാവും. അപ്പം ഞാൻ ഇത് മെല്ലെ കഞ്ഞി കുടിക്കട്ടെ. അങ്ങനെ കഞ്ഞി കുടിച്ചതിന് ശേഷം പിന്നെ എന്നെ കണ്ടില്ല അല്ലേ. ഞാൻ അതിന് ശേഷം മേൽ കഴുകി കുറേ നേരം ഇരുന്ന് പഠിച്ചു. ബാക്കി വീഡിയോസ് എല്ലാം ലാപ്പിലോട്ട് മാറ്റി. കുറച്ച് വീഡിയോസ് എന്ന് വെച്ചാൽ ഷോർട്ട് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്തു. എനിക്ക് തമിഴിൽ ഉണ്ടാക്കാനും കൂടെ ഉള്ളൂ. അത് ഞാൻ നാളെ എപ്പോഴെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന് രാത്രി ഉറക്കം വന്നെനിക്ക് അപ്പം ചെയ്യാമെന്ന്. സോ ബേസിക്കലി അതാണ് നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത്. അത്ര വലിയ വീഡിയോ ഒന്നും ആയിരിക്കില്ല, വളരെ ചെറിയൊരു less than 15 minutes ഉള്ള ഒരു വീഡിയോ ആയിരിക്കും. ഞാൻ ഉച്ചവരെയുള്ള കാര്യങ്ങളെ കാണിച്ചുള്ളൂ, വൈകുന്നേരത്തേക്കൊന്നും ഞാൻ പിന്നെ കാണിച്ചില്ല. ഞാനൊരു ഔട്ട്രോ പറയാൻ വേണ്ടി വന്നതാണ്. പക്ഷെ നാളെ December 1 ഞാൻ ഫുൾ ഡേ വ്ളോഗ് ചെയ്യാൻ ശ്രമിക്കും. കാരണം നാളെ എനിക്ക് ക്ലാസ്സിൽ പോകാനുണ്ട്, ട്യൂട്ടോറിയൽസ് ഉണ്ട്, അത് കഴിഞ്ഞ് ലോറേനെ മീറ്റ് ചെയ്യണം, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. ലുൻസിയിൽ പോകണം, ക്രിസ്മസ് ലൈറ്റ് കാണണം, ക്രിസ്മസ് ട്രീ ലൈറ്റ് ചെയ്യണം കാണണം, അങ്ങനെയൊക്കെ. സോ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ സൗണ്ട് ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, എന്താണെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെന്താ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം. അല്ല വെച്ചാൽ എനിക്ക് ഇൻസ്റ്റയിൽ വന്നിട്ട് മെസ്സേജ് അയക്കാം. എങ്ങനെയാണെങ്കിൽ ചെയ്യാം. അപ്പം അതൊക്കെയാണ് വിശേഷം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.